അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർ സി വി രാമൻ്റെ ജീവിതങ്ങൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ സയൻസിനോടുള്ള താല്പര്യം, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ കൺട്രിബ്യൂഷൻ, സംഭാവനകൾ, ഇതൊക്കെ പറഞ്ഞു. हिंदुस्तान में साइंस के फ़रोग़ के लिए उन्होंने अपनी सारी पूंजी से एक तजर्बा कायम की जिसने आगे चलकर रमन इंस्टीट्यूट का नाम पाया. എന്താ പറഞ്ഞ്? ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ സയൻസ് കെ ഫറൂഖ് കെ ലിയെ, സയൻസിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, സയൻസിൻ്റെ പ്രശോഭനമായ ഭാവിക്ക് വേണ്ടി, ഉനോനെ അദ്ദേഹം, മഹാനവർകൾ, അപ്പിനി സാരി പൂഞ്ചീസെ, തൻ്റെ മൂലധനങ്ങൾ മുഴുവൻ, തൻ്റെ മൂലധനങ്ങൾ കൊണ്ട് ഏക് തജ്രിബ കായിം കി, ഒരു പരീക്ഷണശാല അദ്ദേഹം ഉണ്ടാക്കി, ഒരു പരീക്ഷണശാല അദ്ദേഹം ഉണ്ടാക്കി. ജിസ്നെ ആകെ ചൽക്കർ, അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിലെ എന്തുണ്ടാക്കി? രമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കാ നാം പായ. അവസാനം അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായി മാറി? രമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. രമണിൻ്റെ പേരിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെട്ട് തുടങ്ങിയത്. മനസ്സിലായില്ലേ? ആദ്യം മൂപ്പരെ പേരല്ലായിരുന്നു, പിന്നെ മരണത്തിന് ശേഷമൊക്കെ രമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മനസ്സിലായോ? ഹുക്കൂമത്ത് ഹിന്ദിനെ 1954 में ഇന്ത്യൻ ഗവൺമെൻറ് 1954 ഉനെ ഭാരത് രത്നൻ സേ നവാസ, ഭാരതരത്നം എന്നുള്ള ആ ഒരു പദവി, അവാർഡ് ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് 1954 നൽകി. മനസ്സിലായോ? ഇസിലി അതുകൊണ്ട് തന്നെ ഹർ സാൽ, എല്ലാ വർഷവും ഫെബ്രുവരി 28 നമ്മൾ ഹം സയൻസ് ഡേ മനാത്തെ ഹൈ, സയൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഓരോ ഡേകൾ ആചരിക്കൂലേ, ഓരോരോ ദിവസങ്ങൾ. എൻവറോൺമെൻറ്റ് ഡേ, പരിസ്ഥിതി ദിനം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഡേകളുണ്ട്. ആ ഡേകളിൽപ്പെട്ട ഒരു ഡേ ആണ് സയൻസ് ഡേ. സയൻസിനായിട്ടുള്ള ഒരു ദിവസം, സയൻസ് ഡേ. അന്ന് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ലോകത്തുള്ള ഓരോ സംഭവങ്ങളൊക്കെ അയവിറക്കാനും ഓരോ പുരോഗതിയെക്കുറിച്ചൊക്കെ സംസാരിക്കാനും അതുമായി ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനൊക്കെ പല ആളുകളും ശ്രദ്ധിക്കും അല്ലേ? ക്യൂങ്കി എന്തെന്നാൽ ഏ ദിൻ, ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, രമൺ കി കാമിയാബി കെ സാത്ത് സാത്ത്, രമണിൻ്റെ ജീവിത വിജയത്തിനോട് കൂടെ തന്നെ, രമണിൻ്റെ ഈ ഒരു വിജയത്തിനോട് കൂടെ തന്നെ, സയൻസ് കി ദുനിയാമേ, സയൻസിൻ്റെ ദുനിയാവിൽ, സയൻസിൻ്റെ ആ ഒരു രീതിയിൽ, സയൻസിൻ്റെ ആ ഒരു മേഖലകളിൽ, മനസ്സിലായോ? ഒരു സയൻസ് എന്നൊരു വിഷയം എടുത്ത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പുരോഗമനപരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള പുരോഗതികൾക്കൊക്കെ നിദാനമാകുന്ന, അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന സയൻസിൻ്റെ ആ ഒരു മേഖലകളിൽ ഹിന്ദുസ്ഥാൻ और हिंदुस्तान के साइंसदानों के भी കാമിയാബി കാ ദിൻ ഹെ. അപ്പോൾ രമണിൻ്റെ വിജയം എന്നതിലുപരി സയൻസിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെയും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെയും ഒരു വിജയത്തിൻ്റെ ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. സയൻസ് ഡേ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് രമണിൻ്റെ വിജയം, അതിലുപരി ശാസ്ത്രജ്ഞന്മാരുടെ, അതാണ് സയൻസ് ദാനോ എന്ന് പറഞ്ഞാൽ, ശാസ്ത്രജ്ഞന്മാരുടെയും വിജയം കൂടിയാണ്. മൗസെ കുച്ച് ദിനാം പഹലെ രമൺ നെ അപ്നെ ഡോക്ടർ സെ കഹാ താ, മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രമൺ തൻ്റെ ഡോക്ടറോട് പറഞ്ഞിരുന്നു, മൈ 100% എങ്ങനെ വായിക്കാം? 100% मैं 100% काम करने वाली जिंदगी ഗുസാർനെ മേ യഖീൻ രക്താ ഹും. 100% പറഞ്ഞാൽ 100% എന്നാണ് അതിൻ്റെ അർത്ഥം. 100 എന്ന് പറഞ്ഞാൽ 100, ഫീസതി എന്ന് പറഞ്ഞാൽ 100ൽ 100 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും 100ൽ 100% അല്ലെങ്കിൽ
പൂർണ്ണമായും കാം കർണേ വാലി ജിന്ദഗി ഗുസാർനെ മേ യക്കീൻ രഖ്താ ഹൂം, പ്രവർത്തിച്ചിട്ടുള്ള ജീവിതമാണ് ഞാൻ നയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ 100% ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്താണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് തന്നെയാണ് മരിക്കാൻ പോകുന്നത്, പ്രവർത്തിച്ചിട്ട് തന്നെയാണ് മരിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ 1970 നവംബർ 21 ഭാരതത്തിൻ്റെ ഈ ഒരു വലിയ പുത്രൻ നമ്മളിൽ നിന്നും വിടവാങ്ങി. റുഖ്സത്ത് വഗേറ വിടവാങ്ങി, മരിച്ചു എന്നർത്ഥം. ഉൻകി ജിന്ദഗി ആജ് ബി ഹമേ അമൽ കാ പയാം ദേത്തി ഹൈ, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഇന്നും പ്രവർത്തിക്കാനുള്ള സന്ദേശങ്ങൾ നൽകുന്നു. ദേത്തിഹേറ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ആജിബി ഇന്നും ഹമേ നമുക്ക് അമൽ കാ പയാം ദേത്തി ഹേ, പ്രവർത്തിക്കാനുള്ള ഒരു മെസ്സേജ്, ടു ഡു, എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് എഴുതി വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും. മലയാളത്തിൽ എഴുതട്ടോ.